ലാസർ പ്രതിഭാസം. മോർച്ചറിയിൽ ഫ്രീസറിനുള്ളിൽ നിന്നും പുറത്തുവന്ന് പുതപ്പു ചോദിച്ച 25-കാരൻ. വാഴ്സോ. മരണത്തെക്കുറിച്ചും മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ പലപ്പോഴും നമ്മളെ ഞെട്ടിക്കാറുണ്ട്. 2014 നവംബറിൽ പോളണ്ടിലെ കാമിയെന്ന കിഗോറ എന്ന സ്ഥലത്ത് നടന്ന വിചിത്രമായ ഒരു സംഭവം അറിഞ്ഞവർ ഒരിക്കലും മറക്കില്ല. കാമിൽ എന്നുപേരുള്ള 25-കാരൻ സുഹൃത്തുക്കൾക്കൊപ്പം രാത്രിയിൽ അമിതമായി മദ്യപിച്ചതിനു പിന്നാലെ പെട്ടെന്നു കുഴഞ്ഞു വീണു. വിവരം അറിഞ്ഞെത്തിയ എമർജൻസി മെഡിക്കൽ വിഭാഗം യുവാവിന് ഹൃദയസ്തംഭനം ഉണ്ടായെന്നും ജീവന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നും കണ്ടെത്തി. തുടർന്നു മരണം സ്ഥിരീകരിക്കുകയും ഡോക്ടർമാർ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. കാമില്ലന്റെ ജഡം മോർച്ചറിയിലെ പ്രത്യേക കോൾഡ് സ്റ്റോറേജ് ഫ്രീസറിനുള്ളിലായിരുന്നു സൂക്ഷിച്ചത്. എന്നാൽ കുറച്ചു മണിക്കൂറുകൾക്കുശേഷം സമീപത്തുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ ഫ്രീസർ ബോക്സിനുള്ളിൽ ഒന്നിൽ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ടു. ആദ്യം പ്രേതമാണെന്നു കരുതി ജീവനക്കാരൻ ഭയന്നെങ്കിലും അവന് ധൈര്യം സംഭരിച്ച് ഫ്രീസറിന്റെ വാതിൽ തുറന്നു. പെട്ടെന്ന് എല്ലാവരും സ്തംഭരായി. മരിച്ചെന്ന് വിധിയെഴുതിയ കാമിൽ ഇതാ ഫ്രീസറിനുള്ളിൽ ഉണർന്നിരിക്കുന്നു. വാതിൽ തുറന്നവരോട് തനിക്ക് നന്നായി തണുപ്പനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഉടൻ ഒരു പുതപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ച ഈ സംഭവം ലോകത്ത് വലിയ ചർച്ചാവിഷയമായി. സംഭവിച്ചതിതാണ്. അപൂർവങ്ങളിൽ അപൂർവമായി ചില മനുഷ്യരിൽ മരണം സംഭവിച്ചെന്ന് തോന്നുമെങ്കിലും ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം വളരെ സാവധാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കാറുണ്ട്. അതായത് മരണം സ്ഥിരീകരിച്ച ശേഷം ശരീരത്തിലെ രക്തചംക്രമണം സ്വയം പുനരാരംഭിക്കുന്ന അവസ്ഥയാണിത്. ഹൃദയമിടിപ്പും ശ്വാസവുമൊക്കെ വളരെ കുറവായിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ ആശുപത്രിയിലുള്ള മെഷീനുകൾക്കുപോലും ജീവന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ സാധിച്ചെന്നു വരില്ല. ഇതിനെ ലാസർ പ്രതിഭാസം എന്നാണ് വിളിക്കുന്നത്. 1982 മെഡിക്കൽ ജേണലുകളിൽ ഈ പ്രതിഭാസം ആദ്യമായി രേഖപ്പെടുത്തി. അതിനുശേഷം കുറഞ്ഞത് 38 തവണയെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 1993 ജാക്ചി ബ്രെയാണ് ഇതിനെ ലാസർ പ്രതിഭാസം എന്ന് നാമകരണം ചെയ്തത്. ബൈബിളിലെ വിവരണം പോലെ യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ബെഥാനിയയിലെ ലാസറിനെ പരാമർശിക്കുന്നു. 1982 മെഡിക്കൽ ജേണലുകളിൽ ഈ പ്രതിഭാസം ആദ്യമായി രേഖപ്പെടുത്തി. അതിനുശേഷം കുറഞ്ഞത് 38 തവണയെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 1993 ജാക്ചി ബ്രെയാണ് ഇതിനെ ലാസർ പ്രതിഭാസം എന്ന് നാമകരണം ചെയ്തത്. ബൈബിളിലെ വിവരണം പോലെ യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ബെഥാനിയയിലെ ലാസറിനെ പരാമർശിക്കുന്നു.